ഹാപ്പി അല്ലേ എല്ലാവരും? റെഡിയല്ലേ? തുടങ്ങുക. നമ്മുടെ ഫെസ്റ്റ് നടന്നുകൊടുക്കുക അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മത്സരഫലങ്ങൾ കിട്ടി. അതിൽ പരാജയപ്പെട്ട ആളുകളുണ്ട്, വിജയിച്ച ആളുകളുണ്ട് അല്ലേ? എന്നാൽ APJ അബ്ദുൽ കലാം പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ട് പടിയാണ്. മനസ്സിലായോ? എന്താണ്? യെസ്, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ട് പടിയാണ്. നമ്മള് ഒരു കാര്യത്തിൽ ഫസ്റ്റ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഏതൊരു ആളെടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക ആളുകളും അല്ലേ? ഓക്കെ, അപ്പൊ അതിന് ഉദാഹരണം തന്നെയാണ്. നമുക്ക് മാത്രമല്ല, ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. ഈ കാര്യം നമുക്ക് ലഭിക്കണം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോ അതിന് ഉദാഹരണമാണ് ഇതാ എന്റെ കയ്യിലിരിക്കുന്ന, ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ വരുന്ന ഇതെന്താ? ഗൂഗിൾ. യെസ്. ഇനി ഗൂഗിൾ എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണ്? ലാരി പേജ്. ആരാണ്? ഓക്കെ, ലാരി പേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന് എന്താണ്, കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ എന്താ മാസികകളും മറ്റു മാസികകളുമാണ് അയാൾക്ക് എന്തുണ്ടായിരുന്നത്, അയാൾക്ക് സമ്മാനമായി കൊടുത്തിരുന്നത്, അയാൾക്ക് കളിപ്പാട്ടങ്ങളായി കൊടുത്തിരുന്നത് അതായിരുന്നു. അയാൾ മനസ്സിലാക്കി എന്ത്, എനിക്ക് ഒരു ബിസിനസ്മാന്റെ കഴിവുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയെടുത്തു. നമ്മുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അതിൽ അയാൾ തീരുമാനിച്ചു. അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, ഞാനൊരു കമ്പനി തുടങ്ങും എന്ന് അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. അതോടെ അയാൾ പിന്നെ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അയാൾ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഏതാണ്? ഓക്കെ, സാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർക്ക് ഒരു പതിവുണ്ട്. എന്താണെന്നറിയോ? സാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർക്ക് അവരുടെ കോളേജിലേക്ക് വരുന്ന ആളുകള് അവരെ കോളേജ് മൊത്തം ചുറ്റിക്കാണിക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ മാത്രം മതി എന്ത്, ഇവിടെ അഡ്മിഷൻ എടുക്കൽ, ഇവിടെ ചേരൽ. അങ്ങനെ ലാരി പേജിനെ ഈ ക്യാമ്പസ് മൊത്തം ചുറ്റി കാണിക്കാൻ വന്ന ആളാണ് ആര്? അറിയോ? സെർജി ബ്രിൻ. ആര്? അതെ, ഗൂഗിളിന്റെ മറ്റൊരു തലവനായ, യെസ്, പിൽക്കാലത്ത് വന്ന വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ പിന്നീട് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഗൂഗിൾ അന്ന് ഒരുപാട് ചവറുകൾക്കുള്ളിൽ ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ എല്ലാവരും വൺ ഡൗട്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇദ്ദേഹം ഇതിനൊരു പോൺ വഴി കണ്ടെത്തണമെന്ന് അയാൾക്ക് തോന്നുന്നത്. അങ്ങനെ ഗൂഗിൾ ഉണ്ടായതെന്നറിയോ? നിലവിൽ വന്നതെന്നറിയോ? അറിയില്ലല്ലോ? എന്നാ പഠിച്ചോ. 1998. എത്ര? യെസ്, അന്ന് ഗൂഗിളിന്റെ പേര് ഗൂഗിൾ എന്നല്ല. എന്താ? എന്ത്? യെസ്, ബാക്ക്റബ്. അറിയുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നീട് അത് എന്നാണ് ആക്കിയത്? 2001 എന്തിലേക്ക് മാറ്റിയത്? എന്തിലേക്ക് മാറ്റിയത്? ഗൂഗിളിലേക്ക് മാറ്റിയത് 2001. ഓക്കെ, അങ്ങനെ ഗൂഗിളിലേക്ക് മാറ്റി. ഇന്ന് നമ്മൾ ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും, എന്ത് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിലും എന്താണ് ഓപ്പൺ ചെയ്യുന്നത്? ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? എന്റെ കയ്യിൽ യോഗം ഉണ്ടില്ലേ? എനിക്ക് പെട്ടെന്ന് കിട്ടാൻ എന്ത് ചെയ്യണം? ഗൂഗിൾ വേണം. ഗൂഗിൾ എന്റെ നമ്മൾ എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ ഉണ്ട് അല്ലേ? ഓക്കെ, മറ്റൊരു കാര്യം, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ടെത്തിയ ആളുകളെയാണ്. അതിന് ഉദാഹരണമാണ് ഹെലൻ കെല്ലർ. ആര്? ഓക്കെ, ആരാണെന്നറിയോ? ഓക്കെ, അന്ധതയും ബധിരയായിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്താണ് ആയിട്ടുള്ളത്? അദ്ദേഹം ആ വ്യക്തി 19 മാസം കഴിഞ്ഞപ്പോഴാണ് എന്തായിട്ടുള്ളത്, എങ്ങനെ പ്രശ്നം വന്നിട്ടുള്ളത്. പിന്നീട് എഴുത്തുകാരിയാണ്, പ്രഭാഷകയാണ്, രാഷ്ട്രീയക്കാരിയാണ്, ലോകത്തിന്റെ മുന്നിൽ തെളിഞ്ഞു വന്ന വ്യക്തിയാണ്. ആര്? ഓക്കെ, ഹെലൻ കെല്ലർ ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു വന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായില്ലേ? സമയപരിമിതി ഇല്ല നമുക്ക്, ഇനി മത്സരങ്ങളില്ലേ? ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും തീരുമാനിക്കേണ്ടതാണ്. നമ്മോട് ഒരുപാട് ആളുകൾ പറയും നിലവാരം കുറഞ്ഞ സംഭവങ്ങളാണ്, നിങ്ങൾ തീരുമാനിക്കുന്നത് നിലവാരം കുറഞ്ഞതാണ്, നിങ്ങൾ ഇത് എടുത്തത് കാര്യമില്ലെന്ന് പറയും. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അനന്ത സാധ്യതകൾ കുത്തി നിറച്ചതാണ് ഓരോ
മനുഷ്യ മസ്തിഷ്കവും മസ്തിഷ്ക ഹൃദയവും. ഓക്കെ, അസ്സലാമു അലൈക്കും.